الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم നന്മകൾക്ക് ഇരട്ടികളായി പ്രതിഫലങ്ങൾ ലഭിക്കാനുള്ള കാരണങ്ങളും അതിൻ്റെ മാർഗങ്ങളെക്കുറിച്ചുമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വമിൻ അസ്ബാബിൽ മുദാഅഫ വമിനൽ അഅമാലിൽ മുദാഅഫ, നന്മകൾക്ക് ഇരട്ടികളായി പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തുന്ന കർമ്മമാണ് അൽ അമലുല്ലദീ ഖാമ ബിഹിൽ അബ്ദു ശാറകഹു ഫീഹി ഗൈറുഹു. ഒരു അടിമ അവനൊരു പ്രവർത്തനം ചെയ്യുകയാണ്, ഒരു വ്യക്തി ഒരു പ്രവർത്തനം ചെയ്യുകയാണ്, അവൻ്റെ ആ പ്രവർത്തനത്തിൽ മറ്റുള്ളവർ പങ്കുചേരുകയാണെങ്കിൽ ആ പ്രവർത്തനം ചെയ്ത വ്യക്തി അദ്ദേഹത്തിന് അവർ നിർവഹിച്ചതിൻ്റെ എല്ലാം ഒരു ഓഹരി പ്രതിഫലം അദ്ദേഹത്തിന് നൽകപ്പെടുന്നതാണ്. ഉദാഹരണമായി ഒരു വ്യക്തി ഒരു നന്മ ചെയ്യുകയാണ്, ഒരു ഇബാദത്ത് ചെയ്യുകയാണ്, അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് അദ്ദേഹത്തെ മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ളവർ അദ്ദേഹത്തെ ആ വിഷയത്തിൽ അനുകരിക്കുകയാണെങ്കിൽ, അപ്രകാരം ചെയ്യുകയാണെങ്കിൽ അതിന് തുടക്കമിട്ട ആ വ്യക്തിക്ക് അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകൾ അവർ ചെയ്യുന്ന അതേ പ്രതിഫലം അദ്ദേഹത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നതാണ്. ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ജരീർ ബിൻ അബ്ദില്ലാ അൽ ബജലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കുന്ന ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സദ്രി നഹാർ, ഞങ്ങൾ ഒരിക്കൽ പകലിൽ റസൂലിന്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ഫജാഅഹു ഖൗമുൻ ഹുഫാത്തുൻ ഉറാത്തുൻ, അങ്ങനെ ഒരു ജനവിഭാഗം റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. അവർ നഗ്നബാധരാൻ, അവർക്ക് ചെരുപ്പുകളില്ല, അവർക്ക് വേണ്ടത്ര വസ്ത്രങ്ങളില്ല, ദരിദ്രരാൻ. അങ്ങനെ അവർ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ആമ്മത്തുഹും മിൻ മുദർ ബൽ കുല്ലുഹും മിൻ മുദർ, അവരിലെല്ലാവരും, അവരിൽ അധിക പേരും അവർ മുദർ ഗോത്രത്തിൽ നിന്നുള്ള ആളുകളാണ്. അങ്ങനെ ഫതഅമ്മറ വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ റആ ബിഹിം മിനൽ ഫാഖഹ, അങ്ങനെ അവരുടെ ഈ പ്രയാസം, അവരുടെ ഈ ദാരിദ്ര്യം കണ്ടപ്പോൾ റസൂലിന്റെ മുഖത്തിന്റെ ഭാവം മാറുകയാണ്, റസൂലിന്റെ മുഖത്ത് ആ പ്രയാസം പ്രകടമാവുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വീട്ടിലേക്ക് പോയി. അങ്ങനെ ളുഹർ നമസ്കാരത്തിന് വേണ്ടി വീണ്ടും പള്ളിയിലേക്ക് വരികയാണ്. പള്ളിയിലേക്ക് വന്നതിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് കൊടുക്കാൻ കൽപ്പിക്കുകയും അങ്ങനെ അവർ നമസ്കരിക്കുകയും ചെയ്തു. നമസ്കാര ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി അവിടുന്ന് ഖുതുബ നടത്തുകയാണ്. ആദ്യം യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും എന്ന് തുടങ്ങുന്ന ആയത്തോതി. രണ്ടാമത് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ എന്ന ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുകയാണ്. എന്നിട്ട് പറഞ്ഞു, തസദ്ദഖ റജുലുൻ മിൻ ദീനാരിഹി, ഒരു അടിമ, ഒരു വ്യക്തി അവൻ തന്റെ സ്വർണ്ണത്തിൽ നിന്ന് അവൻ ചിലവഴിക്കട്ടെ, മിൻ ദിർഹമിഹി, അവന്റെ വെള്ളി നാണയത്തിൽ നിന്ന് അവൻ ചിലവഴിക്കട്ടെ, മിൻ സൗബിഹി, അവന്റെ വസ്ത്രത്തിൽ നിന്ന് അവൻ ചിലവഴിക്കട്ടെ, മിൻ സാഇ ബുർരിഹി, ഗോതമ്പിന്റെ ഒരു സാഅ് അവൻ ചിലവഴിക്കട്ടെ. ഹത്താ ഖാൽ, റസൂലുള്ളാഹി ഏതുവരെ പറഞ്ഞു, വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു ഈത്തപ്പഴത്തിന്റെ പകുതിയെങ്കിലും ദാനം ചെയ്തു കൊള്ളട്ടെ. അങ്ങനെ സ്വഹാബത്തിനെ സദഖ ചെയ്യാൻ അവിടുന്ന് പ്രേരിപ്പിക്കുകയാണ്, അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നിട്ട് മഹാനായ ജരീർ ബിൻ അബ്ദില്ലാ അൽ ബജലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫജാഅ റജുലുൻ മിനൽ അൻസാർ, അങ്ങനെ ഇരിക്കെ അൻസാറുകളിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ബിസുറത്തിൻ കാദത് കഫുഹു തഅജിസു അൻഹാ, ഒരു സഞ്ചിയുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന് അത് വഹിക്കാൻ കഴിയുന്നില്ല, അത്രയും ഭാരമുണ്ട്. അത്രയും ഭാരമുള്ള ഒരു സഞ്ചിയുമായി അദ്ദേഹം പള്ളിയിലേക്ക് വരികയാണ്. എന്നിട്ട് സഹാബി പറയുകയാണ്, സുമ്മ തതാബഅ അന്നാസ്, അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന മറ്റാളുകളും നന്മയിൽ ആകൃഷ്ടരായി അതിനോട് താല്പര്യപ്പെട്ടുകൊണ്ട് ബാക്കിയുള്ള ആളുകളും എന്ത് ചെയ്തു, അവരും ഓരോ കാര്യങ്ങൾ സദഖയായി റസൂലിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഹത്താ റഅയ്തു ഖൗമൈനി മിൻ തആമിൻ വസിയാബിൻ, റസൂലിന്റെ അടുക്കൽ വസ്ത്രത്തിന്റെയും ഭക്ഷണത്തിന്റെയും രണ്ട് കൂമ്പാരങ്ങൾ ഞാൻ കാണുകയുണ്ടായി.
حتى رأيت وجه رسول الله صلى الله عليه وسلم يتهلل كأنه مذهبة റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം, അവിടുത്തെ വദനം അതിങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു, പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ആളുകൾ ഇങ്ങനെ സദഖ ചെയ്തത് കണ്ടപ്പോൾ റസൂലിന് അങ്ങേയറ്റം സന്തോഷമായി. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല സുന്നത്ത്, നല്ല സമ്പ്രദായം അതാരെങ്കിലും നടപ്പിലാക്കിയാൽ, അത് കൊണ്ടുവന്നാൽ, ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ ബഅദഹു, അതിന്റെ പ്രതിഫലവും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ എല്ലാം പ്രതിഫലവും അത് കൊണ്ടുവന്ന വ്യക്തിക്ക്, അതിന് തുടക്കമിട്ട ആൾക്ക് ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഇതിനുള്ള തെളിവിതാണ്. ഒരു വ്യക്തി അദ്ദേഹം സദഖ ചെയ്തു, അങ്ങനെ മറ്റുള്ളവരൊക്കെ അതിൽ ആകൃഷ്ടരായി ആ നന്മയിൽ അതിൽ ഉത്സാഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്തുടരുകയാണ്, ആ പ്രവർത്തനത്തിൽ പങ്കുചേരുകയാണ്. അപ്പോൾ അതിന് തുടക്കമിട്ട വ്യക്തിക്ക് അവർ ചെയ്തതിൻ്റെ എല്ലാം പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇവിടെ സദഖ എന്ന് പറയുന്നത് അത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്, ദീനിൽ അടിസ്ഥാനമുള്ള കാര്യമാണ്. അത് അദ്ദേഹം എന്താക്കുകയാണ്, ജീവിപ്പിക്കുകയാണ്. ആ സുന്നത്തിനെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ മറന്നുപോയിട്ടുള്ള ആ കാര്യം, അതല്ലെങ്കിൽ അവരെ ആ നന്മയിലേക്ക് ഉത്സാഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അത് നടപ്പിലാക്കുകയാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചില ആളുകൾ ഈ ഹദീസിന്റെ ഈ വാചകം എടുത്തുകൊണ്ട് ബിദ്അത്തുകൾക്ക് തെളിവ് പിടിക്കുന്നതായി കാണാം. മൗലിദാഘോഷത്തിന് വേണ്ടി തെളിവ് പിടിക്കും. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ, ആരെങ്കിലും ഇസ്ലാമിൽ നല്ലൊരു സുന്നത്ത് കൊണ്ടുവന്നാൽ അവന് അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുന്നതായി കാണാം. യഥാർത്ഥത്തിൽ ഈ ഹദീസിന്റെ സന്ദർഭവും സാഹചര്യവും നാം പഠിക്കുകയാണെങ്കിൽ നമുക്കത് വിഷയം വ്യക്തമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ദഅ ഇലൽ ഹുദാ, ആരെങ്കിലും ഒരു വ്യക്തിയെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ, കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു, ആ വ്യക്തിയെ പിന്തുടർന്ന ആളുകൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പ്രതിഫലം ആ ക്ഷണിച്ച വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ നാവ് കൊണ്ടുള്ള ക്ഷണമുണ്ട്, അതുപോലെ തന്നെ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിക്കുക, അവരെ അതിലേക്ക് ക്ഷണിക്കുക, അതിനും എന്തു പറയും, ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറയും. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മെ പിൻപറ്റിക്കൊണ്ട് ആ പ്രവർത്തനത്തിൽ പങ്കുചേരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം അതിന് തുടക്കമിട്ട ആൾക്കുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ശൈഖ് പറയുന്നു, വമൻ കാന ഹുവ സബബു ഖിയാമി ഇഖ്വാനിഹിൽ മുസ്ലിമീന ബിദാലികൽ അമൽ, മുസ്ലിമായ തന്റെ സഹോദരൻ അവനൊരു കർമ്മം ചെയ്യാൻ നാം കാരണമാവുകയാണെങ്കിൽ, ഫഹാദാ ലാ റൈബ യസീദു അദ്ആഫൻ മുദാഅഫതൻ അലാ അമലിൻ ഇദാ അമിലഹു അൽഅബ്ദു ലം യുശാരികു ഫീഹി അഹദുൻ. ശൈഖ് പറയുകയാണ്, ഒരു അടിമ ഒറ്റയ്ക്ക് ചെയ്ത പ്രവർത്തനം, മറ്റാരും പങ്കുചേരാത്ത ഒറ്റയ്ക്ക് ചെയ്ത പ്രവർത്തനം, അതിനേക്കാൾ 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുക ധാരാളം ആളുകൾ പങ്കുചേർന്ന പ്രതിഫലത്തിനാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. എന്നിട്ട് പറയുന്നു, വലിഹാദാ ഫദ്ദല ഫുഖഹാഉ അൽ അഅമാൽ അൽ മുതഅദ്ദിയത ലിൽ ഗൈരി അല അൽ അഅമാൽ അൽ ഖാസിറ, അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ മറ്റുള്ളവരിലേക്ക് വിട്ടുകിടക്കുന്ന പ്രവർത്തനങ്ങൾ, അതാണ് സ്വന്തത്തിൽ ഒതുങ്ങിക്കൂടുന്ന പ്രവർത്തനങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് അവർ രേഖപ്പെടുത്തിയതായി കാണാം. ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നൊരു കാര്യമുണ്ട്. സദഖ നൽകുക എന്നുള്ളത് അത് പരസ്യമായി നൽകലാണോ അതല്ല രഹസ്യമായി നൽകലാണോ, ഏതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇൻ തുബ്ദുസ് സദഖാതി ഫനിഅമ്മാ ഹിയ, നിങ്ങൾ ദാനധർമ്മങ്ങൾ പരസ്യമായി നൽകുകയാണെങ്കിൽ, അത് പരസ്യമായി ചെയ്യുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. എന്നിട്ട് പറയുന്നു, വ ഇൻ തുഖ്ഫൂഹ വ തുഅതൂഹൽ ഫുഖറാഅ ഫഹുവ ഖൈറുൻ ലക്കും, എന്നാൽ നിങ്ങൾ അത് രഹസ്യമാക്കുകയും ദരിദ്രർക്ക് നിങ്ങൾ അത് കൊടുക്കുകയുമാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. എന്നിട്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഫീഹി ദലാലത്തുൻ അലാ അന്ന ഇസ്റാറ സദഖതി അഫ്ളു മിൻ ഇദ്ഹാരിഹാ, സദഖകൾ ദാനധർമ്മങ്ങൾ അത് പരസ്യമായി ചെയ്യുക എന്നതിനേക്കാൾ ഉത്തമം അത് രഹസ്യമായി ചെയ്യുകയാണ് എന്നതിന് ഈ ആയത്തിൽ തെളിവുണ്ട്. കാരണം രഹസ്യമായി ചെയ്യുന്നതാണെന്ത്, റിയായിൽ നിന്ന് അത് അങ്ങേയറ്റം അകന്നതായിരിക്കും, റിയാ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് രഹസ്യമായി ചെയ്യലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതിന് മറ്റൊരു തെളിവ് കൂടിയുണ്ട്, നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഹദീസാണ്, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത ഒരു ദിവസമുണ്ട്. ആ ദിവസം 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തണലേകുന്നതാണ്. അതിലൊരു വിഭാഗം ആളുകൾ ആരാണ്? വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ, ഒരു വ്യക്തി അവൻ സദഖ ചെയ്തു, ഫഅഖ്ഫാഹ, അവൻ അത് ഗോപ്യമാക്കി വെച്ചു, അത് മറച്ചു വെച്ചു, രഹസ്യമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഹത്താ ലാ തഅലമ ശിമാലുഹു
മാ തുൻഫിഖു യമീനുഹു, അവന്റെ വലത് കൈ ചെലവഴിച്ചത് ഇടത് കൈ അറിഞ്ഞിട്ടില്ല. അത്രയും രഹസ്യമായി ഗോപ്യമായി ചെലവഴിച്ച ആളുകൾക്ക് അവർക്ക് നാളെ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇല്ല അൻ യതറത്തബ അലൽ ഇദ്ഹാരി മസ്ലഹത്തുൻ റാജിഹത്തുൻ, എന്നാൽ സദഖ ചെയ്യുമ്പോൾ അത് പരസ്യമായി ചെയ്യുന്നതിലൂടെ മറ്റു വല്ല നേട്ടങ്ങളും മറ്റു വല്ല മസ്ലഹത്തുകളും ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? സദഖ പരസ്യമായി തന്നെ ചെയ്യാം. സദഖ ഒരാൾ പരസ്യമായി ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് മറ്റുള്ള ആളുകൾ അവർക്കൊരു പ്രോത്സാഹനമായിക്കൊണ്ട് അവർക്കൊരു പ്രചോദനമായിക്കൊണ്ട് നമ്മൾ പരസ്യമായി ചെയ്യുകയാണെങ്കിൽ അതെന്തില്ല, കുഴപ്പമില്ല. ആ ഒരു കോണിലൂടെ നാം നോക്കുകയാണെങ്കിൽ സദഖ പരസ്യമായി ചെയ്യുക എന്നുള്ളത് അത് ശ്രേഷ്ഠകരമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് സദഖ ചെയ്യുന്ന ആളുകൾ അവർ തങ്ങളുടെ ഹൃദയത്തിലേക്ക് റിയാ കടന്നു വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവനാണ് എന്നുള്ള ധാരണ, അതല്ലെങ്കിൽ ജനങ്ങൾ എന്നെക്കുറിച്ച് അങ്ങനെ പറയണമെന്ന ചിന്തയൊന്നും അത്തരത്തിലുള്ള ആളുകളിലേക്ക് കടന്നു വരാൻ പാടില്ല. അതുകൊണ്ട് സദഖ നൽകുമ്പോൾ അതിൽ വല്ല മസ്ലഹത്തുകളും ഉണ്ടെങ്കിൽ അത് പരസ്യമാക്കുന്നതിന് എന്തില്ല, വിരോധമില്ല. ഉദാഹരണമായി നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ എന്താക്കാറുണ്ട്, പണം പിരിക്കാറുണ്ട്. ആ സന്ദർഭത്തിൽ പണം നൽകിയ ആളുകൾ അവർ നൽകിയ സംഖ്യ നമ്മൾ എന്താക്കാറുണ്ട്, പരസ്യപ്പെടുത്താറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ള ആളുകൾ, നന്മയോട് താല്പര്യമുള്ള ആളുകൾക്ക് അതൊരു പ്രോത്സാഹനമായി അവർക്കൊരു പ്രചോദനമാകുന്നതിന് വേണ്ടി അത്തരത്തിൽ അത് പരസ്യപ്പെടുത്തുന്നത് കൊണ്ടെന്നില്ല, വിരോധമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. എന്നിട്ട് ശൈഖ് പറയുകയാണ്, വമിനൽ അഅമാലിൽ മുദാഅഫ, ഒരു കർമ്മത്തിന് അതിന്റെ പ്രതിഫലങ്ങൾ ഇരട്ടികളായി നൽകപ്പെടുന്ന ഒരു കർമ്മമാണ് ഇദാ കാന അൽഅമലു ലഹു വഖഉൻ അദീമുൻ വനഫഉൻ കബീർ, അങ്ങേയറ്റം സ്വാധീനമുള്ള പ്രയോജനമുള്ള പ്രവർത്തനമായിരിക്കുക. ഒരു പ്രവർത്തനം കൊണ്ട് അതുകൊണ്ട് അങ്ങേയറ്റം ഉപകാരമുണ്ട്, നേട്ടമുണ്ട് എങ്കിൽ ആ പ്രവർത്തനം അതിനിരട്ടികളായി അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്നതാണ്. ആ വ്യക്തി, ആ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയുടെ ഇഖ്ലാസും അവന്റെ ഈമാനും ഒക്കെ അനുസരിച്ച് അള്ളാഹുവിന്റെ പക്കൽ അതിന് ധാരാളം പ്രതിഫലങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തും. അതിന് ശേഷം രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നതായി കാണാം. ഒന്നെന്താണ്, വലിയ വലിയ ദുരന്തങ്ങൾ, അപകടങ്ങൾ, അതിൽ നിന്നും മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് അത് വലിയ പ്രവർത്തനമാണ്. ആ പ്രവർത്തനം കൊണ്ട് വലിയ നേട്ടമാണ് ഉണ്ടാകുന്നത്. വെള്ളപ്പൊക്കത്തിൽ, അതുപോലെ പ്രളയങ്ങളിൽ, അതുപോലെ തീപിടുത്തത്തിൽ, ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്നെല്ലാം ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് അത് വലിയ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനവും നേട്ടവും അത് വലുതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ അവരുടെ ഹൃദയത്തിലുള്ള ഈമാനിന്റെയും ഇഖ്ലാസിന്റെയും തോതനുസരിച്ച് അള്ളാഹുവിന്റെ പക്കൽ അതിന് പ്രതിഫലം ലഭിക്കുന്നതാണ്. രണ്ടാമത്തേത്, ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, പ്രയാസം അനുഭവിക്കുന്നവർ, അവരിൽ നിന്ന് പ്രയാസങ്ങളെ അകറ്റിക്കൊടുക്കുക, അത് ദൂരീകരിച്ചു കൊടുക്കുക എന്നുള്ളതും അത് വലിയ പ്രയോജനമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നിട്ട് ശൈഖ് പറയുകയാണ്, നാം മൃഗങ്ങളോട് പോലും ഇത്തരത്തിൽ അനുവർത്തിച്ചാൽ, ആ മൃഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നാം ദൂരീകരിച്ചു കൊടുത്താൽ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് വലിയ പ്രതിഫലമാണ്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് അത്തരക്കാർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് മിണ്ടാപ്രാണികളായ മൃഗങ്ങളെപ്പോലും അവരെ രക്ഷിക്കുന്നതിൽ പോലും വലിയ പ്രതിഫലമുണ്ടെങ്കിൽ മനുഷ്യർക്ക്, അവർക്ക് നന്മ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള പ്രതിഫലങ്ങൾ എത്രയായിരിക്കും എന്ന് നാം ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വേണം, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും, ഏത് പ്രവർത്തനവുമായി നാം ഇടപഴകുമ്പോഴും നാം സ്വന്തത്തോട് ചോദിക്കണം, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇഖ്ലാസിനെ നാം ഇടയ്ക്കിടെ പുതുക്കേണ്ടതുണ്ട്. അതാണ് സലഫുകൾ പറഞ്ഞതായി കാണാം. അവർ ഏറ്റവും പ്രയാസപ്പെട്ടിരുന്ന കാര്യം എന്താണ്? അവരുടെ ഇഖ്ലാസിനെ നിയന്ത്രിക്കുക, അതിനെ നന്മയുടെ മാർഗത്തിൽ പിടിച്ചു നിർത്തുക എന്നുള്ളതിൽ അവരങ്ങേയറ്റം പ്രയാസപ്പെട്ടിരുന്നു. കാരണം നന്മകൾ ചെയ്യുമ്പോൾ, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ അത് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആളുകളെ കാണിക്കണമെന്ന ധാരണയിലാണ് ആളുകളെല്ലാം ചെയ്യുന്നത്. ഇബാദത്തുകൾ പോലും അതുപോലും സ്റ്റാറ്റസുകളായും വീഡിയോകളായും അതുപോലെ റീലുകളൊക്കെയായി ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് കാലഘട്ടമാണ്. ഖുർആൻ പഠിക്കുന്നവർ, സദഖ ചെയ്യുന്നവർ, അതല്ലെങ്കിൽ മറ്റ് ഇബാദത്തുകൾ ചെയ്യുന്നവർ, ഹജ്ജിന് പോകുന്നവർ, ഉംറ ചെയ്യുന്നവർ, അതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കണമെന്നുള്ള ഒരു ചിന്തയാണ് പലർക്കും. ഈ ഒരു കാലഘട്ടത്തിൽ ഇഖ്ലാസിനെ നാം പിടിച്ചു നിർത്തുക എന്നുള്ളത് അങ്ങേയറ്റം പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ അവരുടെ മനസ്സിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്? ആളുകൾ എന്നെക്കുറിച്ച് നല്ലത് പറയണം, ഞാനൊരു വലിയ ചാരിറ്റി പ്രവർത്തകനാണ് എന്ന ആളുകൾ കാണിക്കണം, അറിയണം എന്നതിന് വേണ്ടിയാണെങ്കിൽ
നിന്റെ അധ്വാനവും നിന്റെ സമ്പത്തുമെല്ലാം അത് വെറുതെയാണ്, അത് പാഴാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പക്കൽ ഒരു ഉപകാരവും നിനക്ക് ലഭിക്കുന്നതല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ആരെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ അവൻ മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു എന്ന ആയത്തുണ്ട്. അതിന്റെ വിശദീകരണത്തിൽ മഹാനായ താബിഈ ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഐ അൻജാഹ മിൻ ഗറഖിൻ ഔ ഹർഖിൻ ഔ ഹലകത്തിൻ. അതായത് ഒരാൾ മുങ്ങി മരിക്കുന്നതിൽ നിന്ന്, അതല്ലെങ്കിൽ ഒരാൾ തീപിടുത്തത്തിൽ നിന്ന്, അതല്ലെങ്കിൽ മറ്റു ദുരന്തങ്ങളിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അവൻ എല്ലാവരെയും രക്ഷപ്പെടുത്തിയതിന്, മനുഷ്യർക്ക് മുഴുവൻ അവർക്ക് ജീവൻ നൽകിയതിന് തുല്യമാണ് എന്നാണ് ആയത്തിന്റെ അർത്ഥമായി വിശദീകരണമായി ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ, ദുരിതങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ നാം മുഴുകേണ്ടതുണ്ട്. രണ്ടാമതായി ശൈഖ് പറഞ്ഞിട്ടുള്ളത് ദുരിതങ്ങൾ, പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മർറ റജുലുൻ ബിഗുസ്നി ശജറത്തിൻ അലാ വഹ്രി ത്വരീഖിൻ. ഒരു വഴിയിൽ ഒരു മരത്തിന്റെ കൊമ്പുണ്ട്, ഒരു മരക്കഷ്ണമുണ്ട്. അതിന്റെ അരികിലൂടെ ഒരു വ്യക്തി കടന്നു പോവുകയാണ്. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, വല്ലാഹി ലഉൻഹിയന്ന ഹാദാ അനിൽ മുസ്ലിമീൻ ലാ യുഅ്ദീഹിം. മുസ്ലിമീങ്ങൾക്ക് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി ഈ മരക്കൊമ്പ്, ഈ മരത്തടി ഞാനിത് ഇവിടെ നിന്ന് മാറ്റുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയുകയാണ്. ഫഉദ്ഖിലൽ ജന്ന. ആ പ്രവർത്തനത്തിന്റെ കാരണമായി, ആ പ്രവർത്തനം നിമിത്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ബൈനമാ റജുലുൻ യംശി ബിത്വരീഖിൻ. ഒരു വ്യക്തി ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. വജദ ഗുസ്ന ശൗകിൻ അല ത്വരീഖ്. അങ്ങനെ വഴിയിൽ അവൻ ഒരു മരക്കൊമ്പ് കാണുകയാണ്. അത് ആ മരക്കൊമ്പ് നിലത്താകട്ടെ അതല്ലെങ്കിൽ മുകളിലാകട്ടെ ആളുകൾക്ക് നടന്നു പോകാൻ പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ ഒരു മരക്കൊമ്പ് അവൻ കാണുകയാണ്. അങ്ങനെ അതവൻ ആ വഴിയിൽ നിന്ന് എടുത്തു മാറ്റുകയുണ്ടായി. ഫശക്കറല്ലാഹു ലഹു ഫഗഫറ ലഹു. അല്ലാഹു അവന്റെ ആ പ്രവർത്തനം നിമിത്തം അല്ലാഹു അവനോട് നന്ദി കാണിച്ചു, അഥവാ അതിന് അല്ലാഹു പ്രതിഫലം നൽകി. ഫഗഫറ ലഹു. അല്ലാഹു അവന്റെ പാപങ്ങളെല്ലാം മാപ്പാക്കുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നോക്കൂ, ഒരു മരക്കഷ്ണം അത് വഴിയിൽ നിന്ന് മാറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഈമാൻ, അതുപോലെ ഇത് മുസ്ലിമീങ്ങൾക്ക് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകരുത്, അവരിൽ നിന്ന് ദുരിതം നീക്കുന്നതിന് വേണ്ടി ആ ഒരു നിയ്യത്തോടു കൂടിയാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. ആ പ്രവർത്തനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുന്ന പ്രതിഫലം എത്രയാണ്? അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ മാപ്പാക്കി കൊടുക്കുകയാണ്, അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഉദ്ദേശം കൂടി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ആ പ്രവർത്തനത്തിനുള്ള പ്രതിഫലത്തെ അത് വലുതാക്കി തീർക്കുന്നതാണ്. ഒരു വ്യക്തി അദ്ദേഹം സ്ഥിരമായി നടന്നു പോകുന്ന ഒരു വഴി, ആ വഴിയിൽ ഒരു മരത്തിന്റെ കഷ്ണമുണ്ട്, മരത്തിന്റെ കൊമ്പുണ്ട് എന്ന് വിചാരിക്കുക. അദ്ദേഹം അത് വഴിയിൽ നിന്ന് മാറ്റുകയാണ്. അത് മാറ്റുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നത് എന്താണ്? എനിക്ക് രാത്രി തിരിച്ചു വരാനുള്ള വഴിയാണിത്, ഞാൻ രാത്രി വരുമ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അതുകൊണ്ട് ആ ഒരു ഉദ്ദേശത്തിൽ അദ്ദേഹം അത് മാറ്റുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തുമാത്രമാണ്? അദ്ദേഹത്തിന് നടന്നു പോകാനുള്ള ആ വഴി ഒരുക്കണമെന്ന് മാത്രമാണ്. എന്നാൽ മറ്റൊരു വ്യക്തി അവൻ ഉദ്ദേശിക്കുകയാണ്, ഇതിലൂടെ നടന്നു പോകുന്ന ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ, അവർക്കത് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി ആ ഒരു നിയ്യത്തോടുകൂടി അത് മാറ്റുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലമാണ് അതിലൂടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നാം പറഞ്ഞു, മൃഗങ്ങളോട് പോലും നന്മ കാണിക്കുക, അവരോട് കരുണ കാണിക്കുക എന്നുള്ളത് അതങ്ങേയറ്റം പ്രതിഫലാർഹമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്നംറഅതൻ ബഗിയൻ, ഒരു വ്യഭിചാരിണിയായ, ഒരു വേശ്യയായ ഒരു സ്ത്രീ, റഅത് കൽബൻ ഫീ യൗമിൻ ഹാരിൻ യുതീഫു ബിബിഇരിൻ. അവർ ഒരു ദിവസം, ചൂടുള്ള ഒരു ദിവസം, ഒരു നായ ഒരു കിണറിന്റെ ചുറ്റും ഇങ്ങനെ ചുറ്റി നടക്കുന്നത് കണ്ടു. ഖദ് അദ്ലഗ ലിസാനഹു മിനൽ അതശ്. ആ നായ ദാഹം കാരണം അതിന്റെ നാവ് അത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആ സ്ത്രീ, ആ വേശ്യയായ ആ സ്ത്രീ, ഫനസഅത് ലഹു ബിമൂഖിഹ ഫഗുഫിറ ലഹ. ആ സ്ത്രീ തന്റെ പാദരക്ഷ, തന്റെ ചെരുപ്പൂരിക്കൊണ്ട് ആ കിണറ്റിലിറങ്ങി ആ നായക്ക് വെള്ളം കൊടുക്കുകയാണ്. ആ പ്രവർത്തനം അത് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് പുറത്തു കൊടുക്കുകയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസ് വിശദീകരിക്കവേ അദ്ദേഹം പറഞ്ഞതായി കാണാം, ആ പ്രവർത്തനം ചെയ്യുന്ന സന്ദർഭത്തിൽ ആ സ്ത്രീയുടെ ഹൃദയത്തിലുള്ള ഈമാൻ, അതുപോലെ ഇഖ്ലാസ്, ഇതൊക്കെ കാരണമായി അല്ലാഹു ആ പ്രവർത്തനത്തിന് വലിയ പ്രതിഫലമാണ് പകരമായി നൽകുന്നത്. അദ്ദേഹം പറഞ്ഞു, കിണറ്റിലിറങ്ങാൻ
ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ അവിടെ ഉപകരണങ്ങളില്ല, സംവിധാനങ്ങളില്ല. അതുപോലെ തന്നെ ആ കിണറ്റിലിറങ്ങാൻ ആ സ്ത്രീയെ സഹായിക്കാൻ അവിടെ മറ്റാളുകളില്ല, കൈപിടിക്കാൻ അതല്ലെങ്കിൽ ഒന്ന് സഹായിക്കാൻ ആളുകളില്ല. അതുപോലെ തന്നെ ആ സ്ത്രീയെ ആരും കാണുന്നില്ല. ആ ഒരു പ്രവർത്തനം ചെയ്താൽ അവരെ സ്തുതിക്കാൻ, അവരെ പ്രശംസിച്ച് പറയാൻ അവിടെ ചുറ്റും ആളുകളൊന്നുമില്ല. എന്നിട്ടും ആ സ്ത്രീ ആ മൃഗത്തോട് കരുണയെ കാണിക്കുകയാണ്. അവർ പ്രയാസപ്പെട്ട് ആ കിണറ്റിലേക്ക് ഇറങ്ങുകയാണ്. അവരുടെ ചെരുപ്പിൽ വെള്ളം നിറയ്ക്കുകയാണ്. എന്നിട്ട് അത് വായ കൊണ്ട് കടിച്ചു പിടിച്ച് അവർ മുകളിലേക്ക് കയറുകയാണ്. എന്നിട്ടോ ആളുകളൊക്കെ ആട്ടിയകറ്റുന്ന, എറിഞ്ഞോടിക്കുന്ന നായക്ക് അവർ ചെരുപ്പ് കൊണ്ട് വെള്ളം കൊടുക്കുകയാണ്. ഈ പ്രവർത്തനമൊക്കെ അവർ ചെയ്തപ്പോൾ അവർ ആരുടെയെങ്കിലും പ്രശംസയോ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും നന്ദി വാചകമോ അവർ ആഗ്രഹിച്ചിരുന്നില്ല. ആ സ്ത്രീയുടെ ഹൃദയത്തിലുള്ള ഈമാനും സിദുക്കും ഇതൊക്കെയാണ് അത് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അത് മാപ്പാക്കി, അവരുടെ പാപങ്ങൾ മാപ്പാക്കി കൊടുക്കുകയുണ്ടായി എന്ന് നമുക്ക് അതിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയുന്നതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഒരു വ്യക്തി അദ്ദേഹം ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. അദ്ദേഹത്തിന് ശക്തമായ ദാഹം അനുഭവപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഒരു കിണറ്റിലിറങ്ങി അദ്ദേഹം വെള്ളം കുടിച്ചു. അങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഫഇദാ ഹുവ ബികൽബിൻ യൽഹസു യഅകുലു സുറാ മിനൽ അതശ്. അങ്ങനെ അദ്ദേഹം പുറത്തു വന്നപ്പോൾ ഒരു നായ അത് ദാഹം കാരണത്താൽ അതിങ്ങനെ കിടക്കുകയാണ്. അതുപോലെ ദാഹം കാരണം അത് മണ്ണ് പോലും അത് തിന്നുകയുണ്ടായി. അങ്ങനെ ആ വ്യക്തി അദ്ദേഹം സ്വന്തത്തോട് പറയുകയാണ്, എനിക്ക് അനുഭവിച്ച അതേ ദാഹമാണ് ഈ മൃഗത്തിനും ഈ നായക്കും ബാധിച്ചിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം വീണ്ടും കിണറ്റിലേക്ക് ഇറങ്ങുകയും തന്റെ ചെരുപ്പിൽ വെള്ളം നിറയ്ക്കുകയും ആ നായയെ അത് കുടിപ്പിക്കുകയും ഉണ്ടായി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് നന്ദി കാണിക്കുകയുണ്ടായി. അഥവാ അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനത്തിന് പ്രതിഫലം അള്ളാഹു നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുക്കുകയും അള്ളാഹു അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞപ്പോൾ സഹാബത്ത് റസൂലിനോട് തിരിച്ചു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വ ഇന്ന ലനാ ഫിൽ ബഹായിമി അജ്റ. മൃഗങ്ങളോട്, മിണ്ടാപ്രാണികളായ മൃഗങ്ങളോട് ഉപകാരം ചെയ്താൽ അതിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുമോ? റസൂലുള്ളാഹി പറയുകയാണ്, ഫീ കുല്ലി കബിബിൻ റത്ബത്തിൻ അജ്ർ. പച്ചക്കരളുള്ള എല്ലാത്തിലും പ്രതിഫലമുണ്ട് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് മൃഗങ്ങളോട് ഇത്തരത്തിൽ അവരുടെ പ്രയാസങ്ങൾ, ആ മൃഗങ്ങൾക്ക് ബാധിച്ചിട്ടുള്ള ദുരിതങ്ങൾ നീക്കിക്കൊടുക്കുക എന്നുള്ളത് അത് അല്ലാഹുവിന്റെ പക്കൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം, വഇദാ കാന അല്ലാഹു സുബ്ഹാനഹു ഖദ് ഗഫറ ലിമൻ സഖാ കൽബൻ അലാ ശിദ്ദതി ളമഇഹി. ദാഹിച്ചു വലന്ന ഒരു നായക്ക്, ആ നായയുടെ ദാഹം ശമിപ്പിച്ച ഒരു വ്യക്തിക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. ഫകൈഫ ബിമൻ സഖൽ ഇസാശ വഅശ്ബഅൽ ജിയാഅ വകസൽ ഉറാത മിനൽ മുസ്ലിമീൻ. പിന്നീട് എങ്ങനെയാണ് മുസ്ലിമീങ്ങളിൽപ്പെട്ട ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുകയും അതുപോലെ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുകയും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു എങ്ങനെയാണ് പുറത്തു കൊടുക്കാതിരിക്കുക? അവരോട് അള്ളാഹു എങ്ങനെയായിരിക്കും, അവർക്കുള്ള പ്രതിഫലം എങ്ങനെയായിരിക്കും എന്ന് അദ്ദേഹം ചോദിച്ചതായി കാണാം. അതുകൊണ്ട് മൃഗങ്ങളോട് കരുണ ചെയ്തവർക്ക് അവർക്ക് സ്വർഗമാണ് പ്രതിഫലമായിട്ടുള്ളത്. അവരെ പട്ടിണിക്കിട്ടവർ, അവരെ ദ്രോഹിച്ചവർക്ക് നരകമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ അവർ നരകത്തിൽ പ്രവേശിക്കുന്ന ഒരു കർമ്മമാണ് അവരിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഉരിദത് അലയ്യ നാർ. അവിടുന്ന് ഗ്രഹണ നമസ്കാരം നമസ്കരിക്കുകയാണ്. ആ നമസ്കാരത്തിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നരകം കാണിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ നമസ്കാരത്തിൽ റസൂലുള്ള പിറകോട്ട് പോവുകയാണ്. എന്താണ് നരകത്തിൽ കാണിക്കപ്പെട്ടത്? ഫറഅയ്തു ഫീഹാ ഇംറഅതൻ മിൻ ബനി ഇസ്രായീൽ. ബനൂ ഇസ്രായീലിൽപ്പെട്ട ഒരു സ്ത്രീയെ ഞാൻ നരകത്തിൽ കാണുകയുണ്ടായി. തുഅദ്ദബു ഫീ ഹിർറത്തിൻ ലഹാ. ഒരു പൂച്ചയുടെ വിഷയത്തിൽ അവർ അവിടെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ ചെയ്ത തെറ്റ്? റബതത്ഹാ ഫലം തുത്ഇംഹാ. അവർ ആ പൂച്ചയെ കെട്ടിയിട്ടു, ആ പൂച്ചയ്ക്ക് ഭക്ഷണം നൽകിയില്ല. വലം തദഅഹാ തഅകുലു മിൻ ഖശാശിൽ അർദ്. ഭക്ഷണം നൽകിയില്ല എന്ന് മാത്രമല്ല, ആ ഭൂമിയിലുള്ള മറ്റ് ജന്തുക്കളെയൊക്കെ പിടിച്ച് ആ പൂച്ചയെ സ്വയം അത് കഴിക്കാൻ അനുവദിക്കുകയും ചെയ്തില്ല. അങ്ങനെ ഒരു പൂച്ചയെ പട്ടിണിക്കിട്ടത് കാരണത്താൽ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കാണുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് മൃഗങ്ങളോട് കരുണ കാണിക്കുക അത്
സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കർമ്മമായി റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം അവരെ ഉപദ്രവിക്കുക, ദ്രോഹിക്കുക എന്നത് അത് നരകത്തിൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നീട് ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത് പ്രയാസങ്ങൾ അകറ്റിക്കൊടുക്കുക എന്നുള്ളതാണ്. മുസ്ലിമീങ്ങളുടെ, നമ്മുടെ സഹോദരന്മാരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ അടുക്കൽ അങ്ങേയറ്റം പ്രതിഫലാർഹമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ, ആരെങ്കിലും ഒരു മുഅ്മിനായ ഒരു വ്യക്തിയുടെ ഒരു ദുരിതം, ഒരു പ്രയാസം അവൻ നീക്കിക്കൊടുത്താൽ, അതവൻ ദൂരീകരിച്ചാൽ, നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന്റെ പ്രയാസങ്ങളിൽ നിന്ന്, അവൻ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളിൽ നിന്ന് അല്ലാഹു അവന്റെ ഒരു ദുരിതത്തെ അവൻ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. വമൻ യസ്സറ അലാ മുഅ്സിരിൻ, അതുപോലെ കഷ്ടപ്പെടുന്നവൻ, നരിക്കം അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് ആരെങ്കിലും എളുപ്പമുണ്ടാക്കി കൊടുത്താൽ, യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവന് എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നതാണ്. ദുനിയാവിൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും. അവർ രണ്ട് രൂപത്തിലായിരിക്കും. ഒന്നെങ്കിൽ കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും, അതല്ലെങ്കിൽ കടമില്ലാതെ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ടാകും. കടമുള്ളവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ കടം നൽകാനുള്ള വ്യക്തിക്ക്, തിരിച്ചു നൽകാനുള്ള വ്യക്തിക്ക് നമ്മൾ സാവകാശം കൊടുക്കുക, കുറച്ച് ഇളവ് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ കടം എന്താക്കുക? അവന് വിട്ടുകൊടുക്കുക. ഇതൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ഇനി കടമില്ലാത്തവരാണ്, അതുപോലെ ദുനിയാവിൽ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരാണെങ്കിൽ അവനെ സാമ്പത്തികമായി സഹായിക്കുക, അവൻ്റെ പ്രയാസങ്ങളിൽ അവനെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മുടെ പ്രയാസങ്ങൾ എളുപ്പമാക്കി തരാനുള്ള ഒരു കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വമൻ സതറ മുസ്ലിമൻ സതറഹു അല്ലാഹു ഫിദ് ദുനിയ വൽ ആഖിറ, ആരെങ്കിലും മുസ്ലിമായ തന്റെ സഹോദരന്റെ അവന്റെ പോരായ്മകൾ, അവന്റെ ന്യൂനതകൾ, അവന്റെ കുറവുകൾ മറച്ചു വെക്കുകയാണെങ്കിൽ, അത് പരസ്യപ്പെടുത്താതെ അത് മറച്ചു വെക്കുകയാണെങ്കിൽ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവന്റെ ന്യൂനതകളെയും അല്ലാഹു മറച്ചു വെക്കുന്നതാണ്. എന്നിട്ട് പറയുന്നു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫീ ഔനി അഖീ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരു വ്യക്തിയെ സഹായിച്ചുകൊണ്ടേയിരിക്കും. നാം ഒരു വ്യക്തിയെ സഹായിക്കുന്ന കാലമത്രയും അല്ലാഹുവിന്റെ സഹായം നമ്മിലുണ്ടാകും. നാം കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ സഹായം ആ സഹായിക്കുന്ന വ്യക്തിയിൽ ഉണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം അടുത്തതായി പറയുകയാണ്, വമിൻ അസ്ബാബിൽ മുദാഅഫ, നന്മകൾക്ക് ഇരട്ടികളായി പ്രതിഫലം ലഭിക്കാനുള്ള ഒരു കാരണമാണ് അൻ യകൂനൽ അബ്ദു ഹസനൽ ഇസ്ലാമി ഹസനൽ ത്വരീഖതി താരികൻ ലിദ്ദുനൂബി ഗൈറ മുസിറിൻ അലാ ശൈഇൻ മിൻഹാ, ഒരു അടിമ, ഒരു വ്യക്തി അവന്റെ ഇസ്ലാമിനെ നന്നാക്കിയവനായിരിക്കുക. ഇസ്ലാമിനെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നാം വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ അവന്റെ മാർഗം, അവന്റെ വഴി അത് നല്ലതായിരിക്കുക. ഇബാദത്തുകൾ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം അനുസരിച്ച് ചെയ്യുക. അതുപോലെ തെറ്റുകൾ, തിന്മകൾ ഉപേക്ഷിച്ചവനായിരിക്കുക. തെറ്റുകൾ അതിൽ നിന്ന് അകന്നു നിൽക്കുക. തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഉടനെ തന്നെ തൗബയിലേക്ക് മുന്നിടുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവൻ ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഇരട്ടികളായി പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. ഒരു വ്യക്തി അവന്റെ ഇസ്ലാം നന്നാക്കുക എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമാണുള്ളത്. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇസ്ലാമിനെ പൂർത്തീകരിക്കുക, ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവന്റെ ഇസ്ലാമിനെ പൂർത്തീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു വ്യക്തിയുടെ അവന്റെ ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ടതാണ് അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവൻ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ ആവശ്യമില്ലാത്തത് ഒഴിവാക്കുകയും അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അവൻ ആവശ്യമുള്ളത് അത് ചെയ്യുകയും ചെയ്യുക, അതാണ് ഒരു വ്യക്തിയുടെ ഇസ്ലാം നന്നാക്കിയിരിക്കുന്നു എന്നതിൻ്റെ അടയാളം. അതാണ് അഥവാ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അനുഷ്ഠിക്കുക, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അതിൽ പൂർണ്ണമായും ഉപേക്ഷിക്കുക. അങ്ങനെയുള്ള ഒരു വ്യക്തി അവൻ്റെ ഇസ്ലാം എന്താണ്? അവൻ നന്നാക്കിയിരിക്കുന്നു. രണ്ടാമത്തെ അർത്ഥം എന്താണ്? ഒരു വ്യക്തി അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി അത് ചെയ്യുക. ഞാൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി എല്ലാ അമലുകളും ചെയ്യുക. അതെന്താണ്? അതൊരു ഇഹ്സാനാണ്. അവൻ്റെ ഇസ്ലാമിനെ അവൻ നന്നാക്കിയിരിക്കുന്നു. ഈ രണ്ടർത്ഥവും ഇസ്ലാം നന്നാക്കി എന്നതിൻ്റെ ഉദ്ദേശത്തിൽ പെടുന്നതാണ്. അങ്ങനെ ഒരു വ്യക്തി അവൻ്റെ ഇസ്ലാം നന്നാക്കുകയാണെങ്കിൽ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തിന്മകളൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ്റെ കർമ്മങ്ങൾക്ക് അള്ളാഹു ഇരട്ടികളായി
പ്രതിഫലം കൊടുക്കുന്നതാണ്. എന്താണ് അതിനുള്ള കാരണം? എന്താണ് കാരണം? അവൻ തിന്മകളൊന്നും ചെയ്യുന്നില്ല, നന്മകളാണ് അവൻ ചെയ്യുന്നത്. നന്മകൾ ചെയ്തുകൊണ്ട് അവൻ ആവശ്യമുള്ള കാര്യത്തിൽ മാത്രമേ അവൻ ഇടപെടുന്നുള്ളൂ. അങ്ങനെ അവൻ ഇസ്ലാമിനെ നന്നാക്കിയാൽ അവൻ ചെയ്ത സൽക്കർമ്മങ്ങളെ, അതിനെ കളങ്കപ്പെടുത്തുന്ന, അതിനെ മലിനമാക്കുന്ന തിന്മകളൊന്നും അവന് സംഭവിക്കുന്നില്ല. അതാണ് അവൻ്റെ നന്മകൾക്ക് ഇരട്ടികളായി പ്രതിഫലം ലഭിക്കാനുള്ള കാരണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. എന്നാൽ ഇസ്ലാം നന്നാക്കാത്ത വ്യക്തികൾ, അവൻ്റെ കാര്യം ഇതിൻ്റെ നേരെ വിപരീതമാണ്. അവൻ തിന്മകൾ ധാരാളമായി ചെയ്യുന്നുണ്ട്. അവൻ ചെയ്യുന്ന നന്മകൾ അത് അവൻ്റെ തിന്മകൾക്ക് തന്നെ തുല്യമായേക്കുകയില്ല. ഉദാഹരണമായി, ഒരു വ്യക്തി അവൻ തിന്മകൾ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം നന്മകളും ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ്റെ നന്മകൾ തിന്മകൾക്ക് തുല്യമാകുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി, അവൻ്റെ ഇസ്ലാം എന്തായിട്ടില്ല, അവൻ നന്നാക്കിയിട്ടില്ല. ഏതുപോലെയാണത്? ഒരു വ്യക്തി അവൻ ധാരാളം പണം സമ്പാദിക്കുകയാണ്, അവന് കടമൊന്നുമില്ലാത്ത വ്യക്തിയാണെങ്കിൽ, കടബാധ്യതയില്ലാത്ത വ്യക്തിയാണെങ്കിൽ അവന് ലഭിക്കുന്നതൊക്കെ ലാഭമാണ്. എന്നാൽ കടമുള്ള വ്യക്തിയാണെങ്കിലോ അവന് ലഭിക്കുന്ന ലാഭമൊക്കെ അവനെന്തിന് ചെലവഴിക്കേണ്ടി വരും? അവൻ്റെ കടം വീട്ടാൻ ചെലവഴിക്കേണ്ടി വരും. അതുപോലെയാണ് ഇസ്ലാം നന്നാക്കാത്ത ഒരു വ്യക്തിയുടെ അവസ്ഥ. അതുകൊണ്ട് നന്മകൾ ചെയ്യുക, തിന്മകൾ ഉപേക്ഷിക്കുക. അങ്ങനെ ചെയ്യുന്ന ഇസ്ലാം നന്നാക്കിയ ആളുകൾ, അവരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ അഹ്സന അഹദുക്കും ഇസ്ലാമഹു, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ഇസ്ലാമിനെ നന്നാക്കിയാൽ, ഫകുല്ലു ഹസനത്തിൻ യഅമലുഹാ, അങ്ങനെ അവൻ ചെയ്യുന്ന ഓരോ നന്മകൾക്കും തുക്തബു ലഹു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ളിഅഫിൻ, 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ അവൻ ചെയ്യുന്ന ഓരോ നന്മകൾക്കും അള്ളാഹു പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ, നാം മുമ്പ് പറഞ്ഞ ഹദീസാണ്, അള്ളാഹുവിൻ്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകൾ. അതിൽ ഒരു വിഭാഗമാരാണ് വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, ഒരു യുവാവ്, അവൻ്റെ യുവത്വം ചെലവഴിച്ചിട്ടുള്ളത് അള്ളാഹുവിനുള്ള ഇബാദത്തിലാണ്. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ തൻ്റെ യുവത്വകാലം ചെലവഴിച്ച ഒരു വ്യക്തി, ഒരു യുവാവ്, അവൻ അള്ളാഹുവിൻ്റെ പക്കൽ നാളെ അർശിന്റെ തണൽ ലഭിക്കുന്നതാണ്. യുവത്വം എന്ന് പറയുന്നത് അത് തിന്മകൾ ചെയ്യാൻ അങ്ങേയറ്റം പ്രേരിപ്പിക്കുന്ന കാലഘട്ടമാണ്. തിന്മ ചെയ്യാനുള്ള ആരോഗ്യവും അതിനുള്ള കരുത്തും അതിനുള്ള സമ്പത്തും ശേഷിയുമൊക്കെ ഒരുമിച്ച് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടും തിന്മകളിൽ അകപ്പെടാതെ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അനുസരണയിൽ കഴിയുന്ന ഒരു വ്യക്തി, ഒരു യുവാവ്, അവൻ്റെ ഇസ്ലാമിനെ നന്നാക്കിയവനാണ്. അതുകൊണ്ട് ആ യുവത്വത്തിലുള്ള അള്ളാഹുവിനുള്ള ഇബാദത്തിൽ വളർന്നു വരുന്ന ആ യുവാവിന് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എത്രയാണ് പ്രതിഫലങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തുക. അതുകൊണ്ട് യുവത്വത്തിലുള്ള ആളുകൾ അവർ ഈ ഒരു കാര്യം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഇതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം അടുത്തതായി പറയുകയാണ്, വമിൻ അസ്ബാബിഹ, നന്മകൾക്ക് ഇരട്ടികളായി പ്രതിഫലം ലഭിക്കാനുള്ള ഒരു കാരണമാണ് റിഫഅത്തുൽ ആമിലി ഇൻദല്ലാഹ് വമഖാമുഹുൽ ആലി ഫിൽ ഇസ്ലാം. ആ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനം, അതുപോലെ ഇസ്ലാമിൽ അവർക്കുള്ള സ്ഥാനം, ഇത് പരിഗണിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് എന്തുണ്ടാവും? അതിന് ഇരട്ടികളായി പ്രതിഫലം നൽകപ്പെടുന്നതാണ്. ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഖദ് യുദാഅഫു സവാബു ബിസബബി ശറഫിൽ ആമിലി ഇൻദല്ലാഹ്. ചില സന്ദർഭങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് ഇരട്ടികളായി പ്രതിഫലം നൽകപ്പെടും. അതിനുള്ള കാരണം എന്താണ്? ആ പ്രവർത്തനം ചെയ്യുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയും കാരണത്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത്രയും സ്ഥാനമുള്ള ആളുകളായിരിക്കും അവർ. അതുപോലെ തന്നെ വക്കസറത്തി തഖ്വാ, അവൻ്റെ തഖ്വ കാരണമായി. ഏതുപോലെയാണത്? മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് ധാരാളം പ്രതിഫലങ്ങൾ ഇരട്ടികളായാണ് നൽകപ്പെടുന്നത്. മുൻകഴിഞ്ഞ ഉമ്മത്തിനേക്കാൾ ധാരാളമായി പ്രതിഫലങ്ങൾ ഇരട്ടികളായി നൽകപ്പെടുന്ന ഉമ്മത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. അതുപോലെ ചില ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തുണ്ടാവും? ധാരാളം പ്രതിഫലങ്ങൾ ഉണ്ടാകും. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാ അതിനൊരു ഉദാഹരണം പറയുകയാണ്. ഏതുപോലെയാണത്? നബിമാരുടെ ഭാര്യമാർ, അവർക്കുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം എങ്ങനെയാണ്? ഇരട്ടികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമൻ യഖ്നുത് മിൻകുന്ന ലില്ലാഹി വറസൂലിഹി വതഅമൽ സാലിഹാ. നബിമാരുടെ ഭാര്യമാരെ കുറിച്ച് പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും അവർ അള്ളാഹുവിനും അവൻ്റെ റസൂലിനോടും താഴ്മ കാണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ നുഅ്തിഹ അജ്റഹ മർറതൈൻ, അവൾക്കുള്ള പ്രതിഫലങ്ങൾ ഇരട്ടികളായി 2 മടങ്ങായി നാം നൽകുന്നതാണ് എന്ന് അല്ലാഹു പറയുകയാണ്. വഅഅതനാ ലഹാ റിസ്ഖൻ കരീമ,
അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാന്യമായ ഒരു ഉപജീവനം ഒരുക്കി വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. അഥവാ അവർക്ക് സ്വർഗം അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റസൂലിന്റെ ഭാര്യമാർ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലിന്റെ ഭാര്യമാരായി അല്ലാഹു അവരെ തെരഞ്ഞെടുത്തതാണ്. അവരുടെ ശ്രേഷ്ഠതകൾ ധാരാളമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഅസ്വാജുഹു ഉമ്മഹാതുഹും, നബിയുടെ ഭാര്യമാർ അവർ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. അങ്ങേയറ്റം ആദരവും ബഹുമാനവും സ്ഥാനവും നൽകേണ്ടവരാണ് അവർ. അതുപോലെ തന്നെ ലോകത്തുള്ള മറ്റ് മുസ്ലിം സ്ത്രീകൾക്ക് മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. അതുകൊണ്ട് അവർക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം അത് ഉയർന്നതാണ്. അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലവും അവർക്ക് ഇരട്ടികളായി ലഭിക്കുന്നതാണ്. എന്നിട്ട് ശൈഖ് പറയുകയാണ്, വകദാലിക അൽ ആലിമുർ റബ്ബാനി, അതുപോലെയാണ് അൽ ആലിം, പണ്ഡിതന്മാർ, ഇൽമുള്ളവർ, ദീനിൽ അവഗാഹം നേടിയ ആളുകൾ, അവർ അല്ലാഹുവിന്റെ അടുക്കൽ ഉയർന്ന സ്ഥാനമുള്ളവരാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ ഈമാനുള്ള ആളുകളെ അല്ലാഹു ഉയർത്തിയിരിക്കുന്നു. അതുപോലെ വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, ഈമാനുള്ളവരിൽ നിന്ന് ഇൽമുള്ള ആളുകൾ അവരെയും അല്ലാഹു പടിപടികളായി അല്ലാഹു അവരെ ഉയർത്തിയിരിക്കുന്നു. അല്ലാഹു അവരെ ഉയർത്തുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. മറ്റൊരായത്തിൽ കാണാം, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? അഥവാ അല്ലാഹുവെക്കുറിച്ച്, റസൂലിനെക്കുറിച്ച്, ദീനിനെക്കുറിച്ച് അറിവുള്ളവരും അറിവില്ലാത്തവരും അവർ ഒരുപോലെയാകുമോ? ഒരിക്കലും ഒരുപോലെയാവുകയില്ല. ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം, ലാ യസ്തവി ഹഉലാഇ വലാ ഹഉലാ, അറിവുള്ള ഇക്കൂട്ടരും അറിവില്ലാത്തവരും അവരൊരിക്കലും സമമാവുകയില്ല. ഏതുപോലെയാണ്? കമാ ലാ യസ്തവിൽ ലൈലു വന്നഹാർ, രാത്രിയും പകലും അത് സമമാകാത്തതുപോലെ, അത് ഒരുപോലെയാകാത്തതുപോലെ, വദ്ദിയാഉ വദ്ദലാം, ഇരുട്ടും അതുപോലെ പ്രകാശവും അതൊരുപോലെയാകാത്തതുപോലെ, വൽമാഉ വന്നാർ, വെള്ളവും തീയും ഒരുപോലെയാകാത്തതുപോലെ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഇൽമുള്ള ആളുകൾ, അറിവുള്ളവർ, ദീനിൽ അവഗാഹമുള്ള ആളുകൾ, അവരുടെ സ്ഥാനം, അവരുടെ പദവി എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ പക്കൽ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കർമ്മങ്ങൾക്കുള്ള, പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലവും അതുപോലെ അല്ലാഹുവിന്റെ പക്കൽ ഇരട്ടികളായി ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, وإن فضل العالم على العابد كفضل القمر على سائر الكواكب ليلة البدر. ഒരു ആലിമിന് ഒരു ആബിദിനേക്കാൾ ഉള്ള ശ്രേഷ്ഠത എങ്ങനെയാണ്? ആബിദ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആൾ, ദീനിൽ കൂടുതലായി അവഗാഹമൊന്നും നേടാതെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ച് ഇബാദത്തിൽ മുഴുകുന്ന ഒരാളും അതുപോലെ ദീനിൽ അവഗാഹമുള്ള ഒരു പണ്ഡിതനും, അവർ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്? അല്ലെങ്കിൽ ആ ആബിദിനേക്കാൾ ആ പണ്ഡിതൻ ഉയർന്നു നിൽക്കുന്നത് എങ്ങനെയാണ്? ഒരു പൂർണ്ണചന്ദ്രൻ, ആ പൂർണ്ണചന്ദ്രൻ ആ രാത്രിയിൽ അതെങ്ങനെയാണോ വെട്ടിത്തിളങ്ങുന്നത് അതുപോലെയാണ്. ആ സമയത്ത് നക്ഷത്രങ്ങളൊന്നും കാണുകയില്ല, നക്ഷത്രങ്ങളുടെ പ്രകാശം അതെവിടെയും എത്തുകയില്ല. എന്നാൽ ആ ചന്ദ്രന്റെ പ്രകാശം അത് ഭൂമി മുഴുവൻ പരക്കുന്നതാണ്. അതുപോലെയാണ് ഒരു ആലിമിന് ആബിദിനേക്കാളുള്ള ശ്രേഷ്ഠത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അപ്പോൾ ഈ ഹദീസുകളും ആയത്തുകളും എല്ലാം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? ഇൽമുള്ള ആളുകൾ, ദീനിൽ അവഗാഹമുള്ളവർ, പണ്ഡിതന്മാർ, അവർ ഉയർന്ന പദവിയിലുള്ളവരാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഉയർന്ന പദവിയിലുള്ള ആളുകളാണ്. അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഇരട്ടികളായി പ്രതിഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി ശൈഖ് പറയുന്നത്, ആലിം, ആ ആലിമിന് 3 വിശേഷണങ്ങൾ പറഞ്ഞതായി കാണാം. അൽ ആലിമുർ റബ്ബാനി, റബ്ബാനിയായ ആലിം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ് റബ്ബാനിയായ ആലിം? വഹുവ അൽ ആലിമുൽ ആമിലുൽ മുഅല്ലിം, അഥവാ ഇൽമുള്ളവനായിരിക്കണം, ദീനിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള തെളിവുകൾ സഹിതം അത് പഠിച്ച വ്യക്തിയായിരിക്കണം. രണ്ടാമത്തേത് അൻ യകൂന ആമിലൻ, ഞാൻ പഠിച്ച ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്നവനായിരിക്കണം. കുറേ ഇൽമുണ്ടായിട്ട് കാര്യമില്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, അതിനെതിരാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതുകൊണ്ട് അവൻ അൽ ആലിമുർ റബ്ബാനിയല്ല. അതുപോലെ തന്നെ അൻ യകൂന മുഅല്ലിമൻ, ഞാൻ പഠിച്ച അതല്ലെങ്കിൽ താൻ കരസ്ഥമാക്കിയ ഇൽമ്, ഖൈറാത്തുകൾ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഇൽമും അമലും ദഅവത്തും ഇത് 3ഉം ഒരുമിച്ച് കൂട്ടിയ ആളുകൾ അവർക്കാണ് എന്ത് പറയുക? അൽ ആലിമുർ റബ്ബാനി എന്ന് പറയുക. അത്തരത്തിലുള്ള ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹുവിന്റെ പക്കൽ ഉയർന്ന പ്രതിഫലമാണ്. കാരണം ജനങ്ങൾ അവരെ പിൻപറ്റുന്നവരാണ്, അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്നതാണ്, അവരുടെ വാക്കുകൾ പിന്തുടരുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത് ഇരട്ടികളായി അല്ലാഹുവിന്റെ പക്കൽ
രേഖപ്പെടുത്തപ്പെടുന്നതാണ്. എന്നിട്ട് ഷെയ്ഖ് പിന്നീട് പറയുകയാണ്, കമാ അന്ന അംസാല ഹഉലാഇ ഇദാ വഖഅ മിൻഹുമു الذنب കാന അഅ്ളമ മിൻ ഗൈരിഹിം. അല്ലാഹുവിന്റെ പക്കൽ ഉയർന്ന സ്ഥാനമുള്ളവർ, ഇസ്ലാമിൽ ഉയർന്ന പദവിയുള്ള ആളുകൾ, അവരുടെ പക്കൽ നിന്നും ഒരു തിന്മ സംഭവിക്കുക, അവരിൽ നിന്ന് തെറ്റ് സംഭവിക്കുക എന്നുള്ളത് അത് മറ്റുള്ള ആളുകളിൽ നിന്ന് സംഭവിക്കുന്നത് പോലെയല്ല, മറിച്ച് അതിന്റെ ഗൗരവമുള്ളതാണ്, വളരെ ഗുരുതരമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് അള്ളാഹു പറഞ്ഞതായി കാണാം, യാ നിസാ നബിയ്യി, പ്രവാചക പത്നിമാരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, മൻ യഅതി മിൻകുന്ന ബിഫാഹിശത്തിൻ മുബയ്യിനത്തിൻ, നിങ്ങളിൽ ആരെങ്കിലും വ്യക്തമായ നീചവൃത്തി അത് നിങ്ങൾ ചെയ്യുന്ന പക്ഷം യുദാഅഫ് ലഹൽ അദാബു ദിഅഫൈൻ, അവൾക്കുള്ള ശിക്ഷകൾ ഇരട്ടികളായി അള്ളാഹു വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉയർന്ന പദവിയിലുള്ള ആളുകൾ, ഇസ്ലാമിൽ അങ്ങേയറ്റം സ്ഥാനമുള്ള ആളുകൾ, അവരിൽ നിന്ന് തെറ്റ് സംഭവിക്കുക എന്നുള്ളത് മറ്റു സാധാരണക്കാരിൽ നിന്ന് സംഭവിക്കുന്നത് പോലെയല്ല. അതെന്താണ്? അത് ഗുരുതരമുള്ള കാര്യമാണ്, ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ ഇൽമുള്ളവർ, പണ്ഡിതന്മാർ, അവരിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകൾ അത് ഗുരുതരമാകാനുള്ള കാരണം എന്താണ്? ആ പണ്ഡിതന്മാരൊരു തെറ്റ് ചെയ്യുമ്പോൾ അവരെ പിൻപറ്റിക്കൊണ്ട് അവരെ മാതൃകയാക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെ അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് ധാരാളം ആളുകൾ ആ തെറ്റിൽ മുഴുകും. അതല്ലെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ആ തെറ്റിലേക്ക് കാലെടുത്ത് വെക്കുന്ന സാധാരണക്കാർ ആളുകളുണ്ടാകും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരിൽ നിന്ന് തെറ്റുകൾ വരിക, അവരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് അത് മറ്റുള്ളവരിൽ നിന്ന് സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ളതാണ് എന്ന് ഷെയ്ഖ് റഹിമഹുല്ലാ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ, ഇൽമുമായി ബന്ധമുള്ളവർ, ദീനുമായി അടുപ്പമുള്ള ആളുകൾ, അവർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം തിന്മയുടെ വിഷയത്തിൽ നാം എന്താകരുത്, മറ്റുള്ളവർക്കൊരു മാതൃകയാകാൻ പാടില്ല. അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഇൽമൊക്കെ പഠിച്ച വ്യക്തിയാണ്, അതുകൊണ്ട് നമുക്കും ചെയ്യാം എന്ന തിന്മയുടെ വിഷയത്തിൽ ഒരു മാതൃകയാക്കപ്പെടുന്ന തരത്തിലേക്ക് നാം മാറിപ്പോകാൻ പാടില്ല എന്ന് അദ്ദേഹം ഉണർത്തിയതായി കാണാം. അതുകൊണ്ട് നന്മകൾക്ക് ഇരട്ടികളായി പ്രതിഫലം ലഭിക്കുന്ന ഈ മാർഗങ്ങൾ അത് പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.